80 or 90 സെന്റിമീറ്റർ ടോട്ടൽ. ഓക്കെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്കിവിടെ അപ്പോൾ വോൾ ഞാൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ലൈറ്റും കൊടുത്തിട്ട് അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് വാഷ്റൂമിൻ്റെ ഇവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ WC വരുന്നുണ്ട്, ഇവിടെ ഷവർ ഏരിയ, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു പാർട്ടീഷൻ, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്? കറക്റ്റ്. ഓക്കെ. അപ്പം അതിൻ്റെ ആ വെന്റിലേറ്റർ ടുവേർഡ്സ് റൈറ്റ് സൈഡിലോട്ടാണ് പ്ലാൻ ഉള്ളത്. ഇപ്പോൾ അങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും. ജസ്റ്റ് ഇതൊരു ഐ മീൻ ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? വാഷ് ബേസിൻ്റെ അതെ അതെ. ഒരു കബോർഡ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ഒരെണ്ണം ഞാൻ ആഡ് ചെയ്ത് വെക്കാം. ഈ ക്ലോസറ്റ് വാൾ മൗണ്ട് ആണോ അതോ സിംഗിൾ പീസ്? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതനുസരിച്ച് ചെയ്യാം. സിംഗിൾ പീസ് ആയിരിക്കും. വാൾ മൗണ്ടിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? ഇത് സിംഗിൾ പീസ് ആണെങ്കിൽ ഓക്കെയാണ്, കാരണം നമ്മൾ അതിനുള്ള വീതി കാണേണ്ടി വരും. പിന്നെ ഷവർ ഏരിയ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ആയിരിക്കും വരുന്നത്. ഇതിപ്പോ റഫ് ആണല്ലോ, ഫിനിഷിംഗ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഇതെന്നുള്ള രീതി, കാരണം നമുക്ക് ഓരോ ബെഡിൻ്റെ സൈസൊക്കെ അനുസരിച്ച് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോ പറയുന്നതെല്ലാം നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ മോഡൽ ചെയ്യുമ്പോൾ സ്പേസ് കൺഫേം ആയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ കൊടുത്തത് ഈ TV യൂണിറ്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡ് ആക്സസിലോട്ട് എത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട്? നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ എന്താ ഡയഗണലായിട്ട് ആ കോർണർ ടു കോർണർ പിടിച്ചാൽ ഇതാണോ ഉദ്ദേശിച്ചത്? എനിക്ക് ആ ഡിസ്റ്റൻസ് എത്ര TV യൂണിറ്റ് കഴിഞ്ഞ ശേഷം ഗ്യാപ്പ്, മിനിമം ഗ്യാപ്പ്. ഇപ്പൊ TV യൂണിറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് 35 ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ റിമൈനിങ് ആയിട്ട് ഈ ഗ്യാപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? അത് 90 അതെ. 91 മീറ്റർ ഇല്ല അല്ലേ, 3 ഫീറ്റ് ഉള്ളൂ. അത് മതിയോ നമുക്ക് ആക്സസ്? ഓക്കെ ആണ്. ആകെ നമുക്കുള്ളത് 1.22 ആണ് ഉള്ളത്. അതെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞു, ഈ കിച്ചണിന്റെ ആ വോള് നമ്മളൊരു 2x2 ചാംഫർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ആക്സസ് അങ്ങോട്ട് കിട്ടില്ലേ? ഞാൻ അതിലൊരു സജഷൻ പറയാനിരിക്കുകയായിരുന്നു. ആക്ച്വലി ഈ കിച്ചണിലേക്ക് വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് സാർ ഇത് നമ്മൾ ഈ ഒരു ഡോറ് മിഡിലേക്ക് ആക്കിയത്? അല്ലെങ്കിൽ നമ്മൾ അത്രയും ചുറ്റി പോകേണ്ടി വരും ആ പാസേജിലോട്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ ഹാളിലിരിക്കുന്നവരുടെ മുന്നിലൂടെ കൊണ്ടുപോകേണ്ടി. ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ഈ പ്ലാനിൽ കാണുന്നില്ലേ, ഇപ്പോൾ ഇതാണ് നമുക്ക് പാസേജ് വരുന്നത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു പാസേജ് ഇപ്പോൾ നമുക്കപ്പോൾ ഇപ്പോൾ ഡോർ ഇവിടെ കൊടുക്കുന്നോ അത്രയും ഗ്യാപ്പ് നമ്മൾ പാസേജിന് വിടേണ്ടി വരും. അപ്പോൾ അവിടേക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഡോറ് കൊടുത്തിട്ട് ഈ പോർഷനിലായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ്, ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് പോലെ കൊടുത്താൽ പോരെ? ഫുഡ് അപ്പോൾ ഹാളിൽ നിന്ന് നോക്കിയാൽ കിച്ചന്റെ പ്രൈവസി പോകില്ലേ? ആ ഒരു പോർഷൻ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ വരുന്ന ക്യാബിനറ്റ്സിൻ്റെ സൈസൊക്കെ കുറയും. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു ഏരിയ, കാരണം നമുക്ക് ഇവിടെ ഇതില്ല എങ്കിലേ നമുക്കിവിടെ ഫ്രിഡ്ജ് സ്മൂത്ത് ആയിട്ട് വെക്കാൻ പറ്റും. ഈ ഒരു പാസേജും ഡയറക്റ്റ് ആയിട്ട് കിട്ടും, വേറെ അധികം സ്പേസ് പോകത്തില്ല. ആക്ച്വലി ആ പാസേജ് നമുക്ക് നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ആ ഒരു കോർണർ ഡയഗണലാക്കിയിട്ട്. പിന്നെ ഞാൻ യു ഷേപ്പ് ക്യാബിനറ്റ് പ്ലാൻ ചെയ്തില്ല, ഓൺലി എൽ ഷേപ്പാണ് ഉള്ളത്. പോസിബിൾ ആണെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ട്, മിഡിലൊരു ടേബിൾ ഉദ്ദേശം. ഞാൻ 3D ഒക്കെ ഒന്ന് ചെയ്ത് കാണിച്ചെടുക്കും. ഞാനിപ്പം വിചാരിച്ചപ്പോൾ അത് കണ്ടപ്പോൾ ഇച്ചിരി അതൊരു അതിനേക്കാൾ ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ സ്പേസ് വരുമ്പോൾ ജസ്റ്റ് അതൊരു സ്റ്റോറേജ് ഓപ്പൺ ആയിട്ട് അതൊരു കൗണ്ടർ പോലെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ഹൈറ്റ് ഓപ്പൺ എന്ത് പറയുന്നു, അത് ഓക്കെയാണോ? എനിക്ക് ആക്ച്വലി അത് ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഒന്ന് പറയാം. അതായത് നമ്മള് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചണോ? അത് പറഞ്ഞ പോലെ
അല്ല, ഓപ്പൺ കിച്ചൺ വരത്തില്ല. അതായത് ചെറിയൊരു സ്പേസ് മാത്രം, ജസ്റ്റ് ഒരു 2 പ്ലേറ്റ്സ് വെക്കാനുള്ള ഒരു സ്പേസ്, അങ്ങനെ ഒരു ഗ്യാപ്പിൽ ഒരു വിൻഡോ പോലെ. അതെ അതെ, ഒരു കട്ടൗട്ട് നമ്മളെ ചുമരിൽ. അപ്പോ ഡൈനിങ് റൂമിലോട്ടേക്ക് എങ്ങനെയായിരിക്കും അപ്പൊ ആക്സസ് വരിക? ഡൈനിങ് റൂമിലേക്ക് ആക്സസ് ഓൾറെഡി വരച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ആദ്യം നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ. പോലെയാ? അപ്പൊ അങ്ങനെ സൈഡിലൂടെ. അപ്പൊ വീണ്ടും ഈ പറഞ്ഞ പോലെ ലിവിംഗ് റൂമിന്റെ മുന്നിൽ കൂടി തന്നെ അല്ലേ പോകാൻ പറ്റുള്ളൂ? അത് ഇവിടെ ഒരു ഡോറ് വന്നതാണ് ഇപ്പൊ ഒരു ഇതായത്. ഈ ഡോറ് ഇവിടെ വരുമ്പോ നമുക്ക് ഈ പാസേജ്, ഇത്രയും പാസേജ് ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ വെറുതെ സ്പേസ് പോവുകയാണ്, പ്രത്യേകിച്ച് കാര്യമില്ല. അല്ല, നമ്മൾ ആ ഫുൾ പാസേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് കവർ ചെയ്യാം. അതില് കിച്ചണിൽ ഇങ്ങനെ പോയി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന പോലെ ആക്കാം, കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, അതൊന്ന് കാണിക്കും, നമുക്ക് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഇപ്പൊ ഏതാ ഞാനിപ്പോ കാണിക്കേണ്ടത്? ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ഡോറ് പഴയ അല്ല, പ്ലാനിലുള്ള പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ഡോർ വെച്ചിട്ട് ഹാളിൽ നിന്ന് ഒരു മിഡിൽ കട്ടൗട്ട് കൊടുക്കാം. പക്ഷെ അപ്പോഴും എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ടി വി യൂണിറ്റിന്റെയും കിച്ചണിന്റെ വോളും തമ്മിൽ ഗ്യാപ്പ് കുറവാണ്. അപ്പൊ ഒരു ചാംഫർ അവിടെ കൊടുക്കേണ്ടി വരികയാണ്, ഒരു 2 feet by 2 feet കട്ട്. ഇത് എത്രാമത്തെ ഫ്ലോർ ആണ്? 3rd floor. അതിന് മുകളിലേക്ക് എത്ര ഫ്ലോർ ഉണ്ട്? 3 floors ഉണ്ട്. സ്ട്രക്ചറലി ബീം മുകളിൽ ഉണ്ടാവും. നമ്മള് വോൾ മാത്രം കട്ട് ചെയ്ത് കാണിക്കുന്നു. ബീം എന്തായാലും ഫോൾ സൈഡിൽ കവർ ആകും. ജസ്റ്റ് ഒന്ന് കാണിക്കൂ, ഞാനത് ഇൻ കേസ് നമ്മുടെ ബിൽഡർ പറയണത് പോസിബിൾ അല്ല, ഞങ്ങൾക്ക് സെയിം സ്ട്രക്ചറിന് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല, നമുക്ക് സ്ക്വയർ ആക്കുക തന്നെ. അപ്പൊ ഞാൻ പ്ലാനിൽ കാണിക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു 60 centimeter ചാംഫർ ഉണ്ട്. ഇങ്ങനെ ഒരു കട്ടിങ് ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് പിന്നെ കുട്ടികളുടെ റൂമിൽ, അതായത് കിഡ്സ് ബെഡ്റൂമിൽ ഒരു ബങ്ക് ബെഡും പിന്നെ അതുപോലെ അവർക്കൊരു സ്റ്റഡി ടേബിളും ഒരു വാർഡ്രോബും, ഇങ്ങനെയാണോ? വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ? അല്ല, ഒരു ബങ്ക് ബെഡ് സിംഗിൾ ബങ്ക് ബെഡ്, പിന്നെ ഒരു സിംഗിൾ ബെഡ് എക്സ്ട്രാ വേണം, പിന്നെ സ്റ്റഡി ടേബിൾ. ഇപ്പൊ നമ്മൾ കൊടുത്തത് ഇങ്ങനെയായിരുന്നു. ഇത് ഡബിൾ അല്ലേ? നമുക്ക് സിംഗിൾ മതി അല്ലേ? സ്റ്റോറേജ് സ്പേസും ഇങ്ങനെയായിരുന്നു കൊടുത്തത്. ഓക്കെ, അങ്ങനെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? കളർ തീം അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടോ? അത് അവരൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിഡ്സിന്റെ തീമിൽ ചെയ്താണ്. 6 വയസ്സും പിന്നെ 2 വയസ്സും. നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഒന്ന് ടോപ്പ് വ്യൂ വരും പ്ലാൻ ലേഔട്ട്. ആക്ച്വലി ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ബങ്ക് ബെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഈ ബാത്റൂമിന്റെ ചുമരിലോട്ട് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു സിംഗിൾ ബെഡ് വെക്കാം, പിന്നെ അതിന് രണ്ടിനും മിഡിലായിട്ട് സ്റ്റഡി ടേബിൾ വെക്കാം. ബങ്ക് ബെഡ് സിംഗിൾ ആവുന്നു. സിംഗിൾ ആയിരിക്കും. അവിടെ ഒരു സിംഗിൾ ബെഡ് എക്സ്ട്രാ, ഒരു എക്സ്ട്രാ സിംഗിൾ ബെഡ് അല്ല, ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന് അവിടെ ഒരു സിംഗിൾ ബെഡ്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ വിൻഡോ വരുന്ന അവിടെ ഒരു സ്റ്റഡി ടേബിൾ. വാർഡ്രോബ് അപ്പം നമുക്ക് കുറച്ച് ഡോർ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഒരാളല്ലേ? രണ്ടുപേരുണ്ടോ? അപ്പൊ രണ്ടുപേർക്കും പഠിക്കാനുള്ളൊരു അത് വേണം. രണ്ടുപേർക്കുള്ള പ്രൊവിഷൻ കാണിക്കും. നമുക്കിപ്പോ ഈ ഒരു സ്പേസ്, അതായത് നമുക്ക് വാർഡ്രോബ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി വരുന്ന ഒരു 60 സെന്റിമീറ്റർ എങ്കിലും നമുക്കിവിടെ ഗ്യാപ്പ് വേണമെങ്കിലേ ഇത് ഓപ്പൺ ചെയ്യാനും അങ്ങനെ പറ്റത്തുള്ളൂ. അല്ല, സ്റ്റഡി ടേബിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് വിൻഡോക്ക് പാരലായിട്ട് വെക്കും. അതെ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ബെഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ബെഡും ഇവിടെ വരുമല്ലേ? അതെ. ഇൻ ബിറ്റ്വീൻ 2 ബെഡിന്റെ ഇടയിൽ സ്റ്റഡി. നമുക്ക് സ്പേസ് അത് നോക്കിയിട്ട് ഞാനതൊന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ. വാർഡ്രോബ് എന്തായാലും മിനിമം
10 ഫീറ്റ് കിട്ടുന്ന 10 അല്ലെങ്കിൽ 8 ഫീറ്റ് ലെങ്ത് കിട്ടുന്നതാണ് ഡോർ. ഡോറിന്റെ പ്രൊവിഷൻ ഓപ്പണിംഗ് ആക്സസ് കഴിഞ്ഞ ഉടനെ അതിപ്പോ നമ്മൾ ചെയ്യുന്ന ഡോറിന്റെ ഇപ്പോൾ നമ്മൾ നോർമൽ വീടുകളിലൊക്കെ ഉള്ള പഴയ അലമാരിന്റെ ഒക്കെ ഇതാണെങ്കിൽ 0.5 ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ വാർഡ്രോബിൾ ചെയ്ത് വരുമ്പോൾ ചിലർ 0.4 ഐ മീൻ 40 സെന്റിമീറ്റർ ഇതിലാണ് ഒരു ഡോറിന്റെ അത് ചെയ്യുന്നത്. അല്ല, ഈ ഡാർക്ക് കളർ ഏതാണ്? സ്റ്റഡി ടേബിൾ ആണോ വാർഡ്രോബ് ആണോ? സ്റ്റഡി ടേബിൾ ആയിരുന്നു. സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ബിറ്റ്വീൻ രണ്ട് ബെഡിന്റെ ഇടയിലോട്ട് ചുരുക്കാം. അല്ല, അത് കുഴപ്പമില്ല. 2 ചെയറുകളുടെ പ്രൊവിഷൻ കൊടുത്താൽ ഞാൻ അതായിരുന്നു ഓക്കെ. അപ്പൊ ഇവിടെ എന്നിട്ട് അപ്പൊ 2 ഇതിലേക്കും ആക്സസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വിധത്തില് അങ്ങനെ അതൊരു സ്പേസ് മിസ് ആവല്ലോ അവിടെ. ഞാനൊരു സജഷൻ പറയട്ടെ. ഇപ്പൊ ഈ ബെഡ് വെച്ചിരിക്കുന്ന ഒരു ഇത്തിരി താഴോട്ടേക്ക് ആക്കിയിട്ട് ആ മുകളിലുള്ള വാളിലോട്ടേക്ക് കംപ്ലീറ്റ്ലി അതായത് എങ്ങനെ പറയാ, ഒരു ഇങ്ങനെ വാളിനോട് ചേർന്ന്